ലിംഗബന്ധനം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ചിന്ത മുഴുവൻ വരുന്നത് ലൈംഗികമായിട്ടുള്ള ഏതെങ്കിലും ഒരു ബന്ധനം എന്നതിനെ കുറിച്ചിട്ട് മാത്രമായിരിക്കാം. പക്ഷെ അങ്ങനെ മാത്രമല്ല ഈ ലിംഗബന്ധനം എന്ന് പറയുന്നത്. ഒരാളുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഇല്ലാതെയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാന്ത്രിക കർമ്മം തന്നെയാണ് ഈ ലിംഗബന്ധനം എന്ന് പറയുന്നത്. മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഒരു മാന്ത്രിക കർമ്മത്തെക്കുറിച്ചിട്ടാണ്. കൈവശത്തിന് സമാനമായ ഒരു മാന്ത്രിക കർമ്മമാണ് ഇത്. പലരും നിങ്ങൾക്കും ഇത് ലഭിച്ചിട്ടുണ്ടാകാം, നിങ്ങൾക്കത് അനുഭവത്തിലുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എന്താണെന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. ഇനി അത് പലപ്പോഴും നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ മിത്രങ്ങളായിരുന്ന ആളുകളായി പിന്നീട് ശത്രുക്കളായി മാറിയ ആളുകളിൽ നിന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തറിയാവുന്നവരായിരിക്കും ഈ ശത്രു എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ഒരാളിൽ നിന്നാണ് നമുക്കിത് ലഭിക്കുക. ഇത് പുരുഷന്മാർക്കാണ് കൂടുതലായിട്ട് ലഭിക്കുക, സ്ത്രീകൾക്ക് ലഭിക്കാൻ പാടില്ലാതെയൊന്നുമില്ല. സ്ത്രീകൾക്കും ഈ ഒരു അവസ്ഥയ്ക്ക്, ഒരു നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുപോകാം. എങ്കിൽ പോലും പലപ്പോഴും ഇതിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന പുരുഷനാണെങ്കിൽ മറുഭാഗത്ത് സ്ത്രീ ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഞാൻ കണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയാണ് പലപ്പോഴും ഈ ഒരു കർമ്മം ചെയ്യാറുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നേരത്തെ ഏതെങ്കിലും ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു എന്ന് വയ്ക്കുക. ആ പ്രണയബന്ധത്തിൽ നിന്ന് ഈ വ്യക്തി വ്യതിചലിക്കുകയും അതിനുശേഷം മറ്റൊരാളെ പ്രണയിക്കുക ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രണയിനിക്ക് ഇങ്ങനെയുള്ള കർമ്മം ചെയ്യാം. അതോടുകൂടി ഇയാളുടെ ദാമ്പത്യ ജീവിതം എന്നേക്കുമായിട്ട് നിന്നു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലതാനും. ഇതിൻ്റെ പ്രത്യക്ഷ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഈ നമുക്ക് നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുന്ന സമയത്തോ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്ന സമയത്തൊക്കെ ഈ നമ്മൾ നല്ലൊരു കാര്യം, ദൈവികമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വരുന്നത് ലൈംഗികമായ ചിത്രങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നിൽ മുതിർന്നവരോടോ അല്ലെങ്കിൽ തനിക്ക് പ്രാപ്യമാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആളുകളുമോടൊക്കെ ലൈംഗികമായ ആസക്തിയും ലൈംഗിക ബോധവും ലൈംഗിക ചിന്തയും ഒക്കെ ഉണ്ടാകുന്നതും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണാറുണ്ട്. അതും ഒരു പ്രശ്നമാണ്. എന്നാൽ ലൈംഗികമായ ജീവിതം നയിച്ചുകൊണ്ട് പോകാൻ ഇവർക്കാർക്കും സാധിക്കില്ല എന്നുള്ളത് ഇവരുടെ ഒരു കുറവായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് പറയേണ്ടത്. കൂടാതെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ നിത്യനിധാനമായിട്ടുള്ള കർമ്മങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്, നമ്മുടെ സാമൂഹ്യപരമായ ബന്ധങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യത്തിലുള്ള ആളുകളുമായി നമുക്കുണ്ടാകുന്ന ക്രയവിക്രയങ്ങൾ, ഇതിനെല്ലാം തടസ്സപ്പെടുത്താനായിട്ട് ഈ കർമ്മം കൊണ്ട് സാധിക്കും. അതായത് ഈ കർമ്മം ഏറ്റിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ അടുത്ത സുഹൃത്തുക്കൾ പോലും ഇയാളുടെ ശത്രുക്കളായിട്ട് മാറും. ഇയാളുടെ ഭാര്യ, ഇയാളുടെ മക്കൾ ഒക്കെ ശത്രുക്കളായിട്ട് മാറും. ഇയാൾ ഏത് കർമ്മത്തിനാണോ പോകുന്നത് ആ കർമ്മം ഇയാൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് തടസ്സപ്പെടുത്തും. ദുസ്വപ്നങ്ങൾ കാണുക, ഉറക്കം നഷ്ടപ്പെട്ടു പോകുക, ഇങ്ങനെയുള്ള ചില അടയാളങ്ങളെല്ലാം ഇത്തരം കർമ്മങ്ങളുള്ള ആളുകൾക്ക് സംഭവിക്കാം. കൂടാതെ ശാരീരികമായ അവശതകൾ പോലെ തോന്നുക. മറ്റൊരു പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ശരീരത്തിൽ കൂടെ നാഗമിഴഞ്ഞു പോകുന്ന പോലെയുള്ള തോന്നലുകൾ ഇവർക്കുണ്ടാകുക, ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാഗത്തെ കാണുന്ന പോലെയുള്ള ഉണ്ടാകുക, നാഗത്തെ കണ്ട് ഭയക്കുന്ന പോലെ ഉണ്ടാകുക, ഇങ്ങനെയുള്ളതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള അനുഭവങ്ങളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇതിൽ എവിടെ നിന്നാണ്, എങ്ങനെ നിന്നാണ് നമുക്കിവിടെ മോചനം നേടാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇത് സാധാരണ മാന്ത്രിക കർമ്മങ്ങളോ ബാധാദോഷങ്ങളോ ശത്രുദോഷങ്ങളെ പോലെ വളരെ എളുപ്പത്തിൽ ഇത് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളതാണ് അനുഭവം. വളരെ ഒരുപാട് നാളത്തെ പ്രയത്നങ്ങളും നിരന്തരമായിട്ടുള്ള ചില കർമ്മങ്ങൾ കൂടെയാണിത് മാറ്റാനായിട്ട് സാധിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടോ, ഇങ്ങനെ ഏതെങ്കിലും ഒരു സിംറ്റംസ് നമുക്കുണ്ടെങ്കിൽ അത് ഇത് തന്നെയാണോ എന്ന് ഒരു നല്ല ഒരു ദൈവജ്ഞനെ അല്ലെങ്കിൽ ജ്യോതിഷനെ കണ്ട് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ജോലി. അങ്ങനെ ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് പിന്നെ ഒരു മാന്ത്രികനെ കണ്ടിട്ട് ഇത് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ആലോചിക്കേണ്ടതും. അതിന് ഔഷധ സേവകൾ, പല കാര്യങ്ങളും അതിനകത്ത് ചെയ്യണം. ആവാഹനം, ഔഷധ സേവ എല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതൊന്ന് ഉറപ്പുവരുത്തുക. എങ്ങനെയാണ്, ആരാണ്, എന്ത് കർമ്മമാണ്, ഏത് മൂർത്തിയാണ് തുടങ്ങിയ കാര്യങ്ങളൊന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന പലർക്കും തങ്ങളുടെ ജീവിതവുമായി തട്ടിച്ച് നോക്കുമ്പോൾ, തങ്ങളുടെ ജീവിത അനുഭവങ്ങളായിട്ട് നോക്കുമ്പോൾ പലപ്പോഴും ഇതിന് സമാനത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും അത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ ജ്യോത്സ്യനെ കണ്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോയാൽ മതി. എല്ലാവർക്കും ശുഭദിനം. നമസ്തേ.
like, share, subscribe.